സുഹൃത്തുക്കളെ, സത്യവും വ്യത്യസ്തവുമായ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ പിന്തുടരൂ. ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും കൃത്യതയോടെയും വിവരയോടെയും പറഞ്ഞതൊരു പോയിന്റാണ്. പള്ളിക്കൂടം ഇതൊരു വലിയ പ്രശ്നമാണ്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇത് കിഴങ്ങനാ, മണ്ടനാ, തലച്ചോറില്ലാത്ത അല്ല പട്ടിത്തീട്ടോറ്റാണെന്നൊന്നും തലയിലിരിക്കുന്നത്. അത് വേറെ കാര്യം. നമുക്കറിയാൻ കഴിഞ്ഞ 12 വർഷം കൊണ്ട് മോദിജി എന്തൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവന്റെ അറിവിലേക്കല്ല. നിക്ക് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ അതേ താണകമാണ് ചാണകത്തീട്ടം. ഇവൻ ചാണകത്തീട്ടം വെച്ച് നടക്കുന്നതല്ലേ. ഇനി നമ്മൾ പറഞ്ഞു തരാടാ, നീ പറയേണ്ട വികസനം അത് നിന്നെപ്പോലുള്ള കൂതറ RSS പൂർണ്ണസ്ഥിതം. എടാ, 2014 ഇവിടെ ഭരിച്ചിരുന്നവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആകെ 57 കോടിയായിരുന്നു കടം. ഇപ്പൊ ഇന്ത്യയുടെ കടം 246 കോടി. പിന്നെ ഇവിടുത്തെ സ്വകാര്യ സ്ഥലങ്ങൾ മൊത്തം ഭരിക്കുന്ന കോപ്പറേറ്റീവുകാരാണ്. എയർപോർട്ട്, തുറമുഖങ്ങള്, അങ്ങനെ റോഡ്, ഇതെല്ലാം കോപ്പറേറ്റീവിന് അങ്ങ് എഴുതി കൊടുത്ത് നിന്റെ മോദി. പിന്നെ സ്കൂളുകൾക്ക് വേണ്ടി വന്നപ്പോ ബാത്റൂം പണിഞ്ഞതിന്റെ ബാക്കി കോടികൾ അവിടെ നിന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴാണ് കോടികളുടെ കടപ്പുറത്. എടാ, പോയി തീട്ടം നിന്നടാ ചാണകേ. പിന്നൊരു കാര്യമുണ്ട്, നിന്നെ പോലെ വിളിച്ചു പോകാൻ നിർത്തിയേക്കുന്ന യൂട്യൂബേഴ്സിന് മാത്രം തരണമല്ലോ മോദി കോടികള്. കുറെ ഉണ്ടല്ലോ ചാണകങ്ങള്. കണക്ക് തൊലിക്കാൻ വന്നേക്കുന്നു ചാണകം കൊണ്ട് സാങ്കി. എടാ, നീ എല്ലായിടത്തും ഉണ്ടല്ലോടാ ചാണകവേ പൊക്കി പിടിച്ചോണ്ട്. നിന്നെയൊക്കെ ബലം മുളപ്പിച്ചെടുത്തതാടാ മോദി. ചാണകം നല്ല വളം, അതുകൊണ്ട് നല്ല വളം കിട്ടുന്നുണ്ട് മോദിയുടെ ചാണകം കൂടെ. നാണമുണ്ടോ ചക്കറയാളി? ഇത്രയും കഷ്ടപ്പാട് പിള്ളേർ കഷ്ടപ്പെടുന്നു, അനുഭവിക്കുന്നു, അതിന് മോദിയുടെ പണം പിടിച്ചോണ്ട് വരുന്ന പോടാ. കഴിഞ്ഞിട്ടുള്ള തീട്ടം പിന്നെ കൊലപാതകങ്ങള്, കൊള്ളകള്, പീഡനങ്ങള്, ഇതൊക്കെ BJP യുടെ ഭരണത്തിന് ശേഷം കൂടി. എടുത്ത് നോക്കിയാൽ മതി, അറിയാം.